രാമജന്മഭൂമിയിലും അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം ലീഗ്. അയോധ്യയിൽ നിലവിലുള്ള രാമക്ഷേത്രം വഖഫ് ഭൂമിയിലാണെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് വിചിത്രവാദം ഉന്നയിച്ചത്. സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് ഇത് അംഗീകരിച്ചതെന്നും ലീഗ് അധ്യക്ഷൻ വ്യക്തമാക്കി. അയോധ്യയിലെ രാമജന്മഭൂമിയിലും അവകാശവാദവുമായി മുസ്ലിം ലീഗ് രംഗത്ത്. ബാബരി മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫ് ഭൂമിയിലാണെന്ന വിചിത്ര പ്രസ്താവനയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത്. ബാബരി മസ്ജിദ് വഖഫ് ഭൂമിയിലാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അവിടെ മുസ്ലിം പേഴ്സണൽ ലോബോർഡും മറ്റുള്ളവർക്ക് അതിനെ തീരുമാനിച്ചെന്താ സുപ്രീം കോടതി കൈകാര്യം ചെയ്യട്ടെ. സുപ്രീം കോടതിയുടെ തീരുമാനം വന്നു, എല്ലാവരും അത് അംഗീകരിച്ചു. സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അംഗീകരിച്ചതെന്നും തങ്ങൾ സൂചിപ്പിക്കുന്നു. വഖഫ് അധിനിവേശം വിവാദവും ചർച്ചയുമായ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. നിയമം അനുസരിക്കുമെങ്കിലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികൾ വഖഫിൻ്റേതാണെന്ന നിലപാടാണ് മുസ്ലിം ലീഗിൻ്റേത്. മുനമ്പം ഭൂമിയും വഖഫിൻ്റേതാണെന്ന പ്രസ്താവനയുമായി KM ഷാജിയും ET മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നിരുന്നു. നിരവധി ഭൂമികളിലും 250ഓളം സംരക്ഷിത സ്മാരകങ്ങളിലും അവകാശവാദവുമായി വഖഫ് രംഗത്ത് വന്നിരുന്നു. ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് രാമജന്മഭൂമിയിലെ അവകാശവാദം. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.